സോ നമ്മുടെ അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ ഹി വിൽ ഗെറ്റ് ഹേർട്ട്. അപ്പൊ ഐ വിൽ എൻഷുർ ദാറ്റ് ഹീസ് ഓൾസോ ഫീൽസ് ഗുഡ്. ഞാൻ ആരെയും അങ്ങനെ ഹേർട്ട് ചെയ്യാൻ മനഃപൂർവ്വമായിട്ട് ഹേർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ആളല്ല. അതെന്താ ആക്ച്വലി ആള് വിളിച്ചു പറഞ്ഞ ക്ലാസ് ഫസ്റ്റ് ആയി അതല്ല, മോഡൽ എക്സാമിന്റെ അപ്പം അവന് മാത്സിന് ഇച്ചിരി വീക്കായിരുന്നു. അപ്പൊ അതിന് ഇച്ചിരി സ്ട്രെസ് കൊടുത്തിരുന്നു. അപ്പൊ മോഡൽ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ മാത്സിന് ഇത്ര മാർക്ക് വേണോന്ന് പറഞ്ഞു. അത് കിട്ടി എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അടിപൊളി. ഇനി ചേട്ടാ, ഈ ചേട്ടന് നമ്മൾ കാണുന്ന സമയത്ത് ആസ് എ പ്രൊഡ്യൂസർ, സക്സസ്ഫുൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ക്യൂരിയസ് ആയിട്ട് ചേട്ടനോട് ചോദിക്കണം എന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ചേട്ടൻ അപ്പൊ അത് പറഞ്ഞാൽ മതി. അത് എല്ലാവർക്കും ചിലപ്പോൾ ചോദിക്കാറുണ്ടാവും. ചേട്ടൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാലും ഓക്കെ. ഡാഷ് സിനിമയുടെ വിജയം ഞങ്ങൾ വിചാരിച്ചതിലും കുറെ ഇരട്ടിയായിരുന്നു. ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ ആ പെർട്ടിക്കുലർ സിനിമയുടെ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് മേലെ പോയൊരു സിനിമ ഡാഷ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിജയം ചേട്ടൻ പ്രതീക്ഷ ചെയ്യണ്ടായിരുന്നില്ല. വിജയം എന്ന് പറയുന്ന ഒരു ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ ഉണ്ടാവുന്ന ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല, അതിന് എനിക്ക് കിട്ടിയ വേൾഡ് വൈഡ് അപ്രിസിയേഷൻ. ലൈക്ക് ഞാൻ ബോംബെയിലോ ലൈക്ക് വേറൊരു റീജിയനിലേക്ക് പോകുമ്പോൾ ഐ ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ആ ടൈമിൽ അങ്കമാലി ഡയറക്ടറിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ. ഞാൻ പറയണ ഇപ്പം ആട് എന്ന സിനിമയ്ക്ക് കേരളത്തിൽ ഉണ്ടാക്കിയ അത് വേറെ, ബിക്കോസ് ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്ന സിനിമയുടെ രണ്ടാം ഭാഗം എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്തും മലയാളികൾക്കും അത് ഓക്കെ. ബട്ട് ദ അപ്രീസിയേഷൻ ഐ ഗോട്ട് ഫ്രം വേൾഡ് വൈഡ് അപ്രീസിയേഷൻ വിച്ച് ഐ ഗോട്ട് for Angamali Diaries is beyond anything else. Okay, അത് വേറെ ലാംഗ്വേജിലോട്ടൊക്കെ ഈ പറഞ്ഞ പോലെ റീമേക്ക് ചെയ്തു. പക്ഷേ നമ്മൾ ആ അങ്കമാലി ഡയറീസിന്റെ അത്ര ഇപ്പോഴും ഞാൻ ബോംബെയിൽ പോകുമ്പോഴോ ഐ മെയ്ഡ് ഹോം എന്ന് പറയുമ്പോൾ ഓ ഇസ് ഇറ്റ് സച്ച് എ വണ്ടർഫുൾ മൂവി എന്ന് പറയുമ്പോൾ ഐ മെയ്ഡ് പ്രൊഡ്യൂസ് അങ്കമാലി ഡയറീസ് എന്ന് പറയുമ്പോഴാണ് ഓ മൈ ഗോഡ് നൗ ഐ ഹാവ് നത്തിങ് മോർ ടു ആസ്ക് എന്ന് പറയുന്ന ആ ഒരു ലേബൽ ഇറ്റ് ഇസ്. അപ്പൊ ആ വിജയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഡാഷ് സിനിമ പരാജയപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ചെയ്ത സിനിമകളിൽ, ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ മുത്തുകവ് ഫെയിൽ അല്ല, ഞാൻ പറഞ്ഞ ബോക്സ് ഓഫീസിൽ അതൊരു ഫെയിലിയർ ആയിരുന്നു. അത് അതിന്റെ ടൈമിംഗ് ഓഫ് റിലീസ് ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് വാസ് വൺ ഓഫ് മൈ. അതേപോലെ പെരിച്ചാഴി എന്ന് വേണമെങ്കിൽ പറയാം. പെരിച്ചാഴി ബിക്കോസ് മുത്തുകവും പെരിച്ചാഴിക്ക് മുമ്പാണ്. അപ്പൊ ആദ്യത്തെ ഷോക്ക് അതാണ്. ഓക്കെ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും കറക്റ്റ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള സിനിമയായിരുന്നു. രണ്ടാമതാണ് പെരിച്ചാഴി. പെരിച്ചാഴി ഒരു പെരിച്ചാഴി ഞാനത് പരാജയപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പെരിച്ചാഴി ഒരു പരാജയമല്ല. മനസ്സിലായി. കാരണം ലോസ് ആയിരുന്നില്ല. അപ്പൊ പെരിച്ചാഴി ഇപ്പോഴും ഒരു ലോസ് ആണെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ബിക്കോസ് ഫോർ മീ ഇറ്റ് വാസ് എ സക്സസ് ഫിനാൻഷ്യലി. ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല ഒരു സിനിമയുടെ സക്സസ് ഡിറ്റർമിൻ ചെയ്യുന്നത് പല ഫാക്ടേഴ്സും. എന്നെ സംബന്ധിച്ചിടത്തോളം ₹1 എനിക്ക് നെഗറ്റീവ് എന്ന് ബുക്സിൽ വന്ന സിനിമ മുതുകവാണ്. ബട്ട് നല്ല പാഷനേറ്റ്ലി വിപിൻ ഉണ്ടാക്കിയ സിനിമയാണ്. ഇന്ന് വിപിൻ ആഫ്റ്റർ ജയ 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 ഹേ വിപിൻ എല്ലാരും ഇത് ചെയ്യുന്നു. പക്ഷെ ആദ്യത്തെ വിപിന്റെ സിനിമ ഇപ്പൊ പോയി കാണുന്നവർക്ക് മനസ്സിലാവും വാട്ട് എ ഗുഡ് ബ്രില്യന്റ് ഡയറക്ടർ ഹി വാസ് ആൻഡ് ഹൗ ഹി മേഡ് ദാറ്റ് ഫിലിം. അതെ. കരിയറിൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി പ്രോഫിറ്റ് സമ്മാനിച്ച സിനിമ ഡാഷ് ആണ്. ആടിച്ചു ആണോ? ആടിച്ചു വരുന്നു ഇത്രയും ചെയ്ത സിനിമകളിൽ ഏറ്റവും പ്രോഫിറ്റ്. ഓക്കെ. കരിയറിൽ കുറച്ചെങ്കിലും നഷ്ടം വന്ന, ഫിനാൻഷ്യലി എനിക്ക് നഷ്ടം സംഭവിച്ച സിനിമ ഡാഷ് ആണ്. ചിലപ്പോൾ സക്സസ് നഷ്ടമല്ല, അങ്ങനെ വലിയ ലോസ് ഒന്നും വിത്ത് ഗോഡ്സ് ഗ്രേസ് നമുക്ക് വന്നിട്ടില്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ ബുക്സിൽ ലോസ് വന്നു എന്ന് പറയുന്നത് മുത്തുകവാണ്. കാരണം പക്ഷെ അത് അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം എന്റെ ഒരു ബിസിനസ് പ്ലാൻ വെച്ച് രണ്ടും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. അടികപ്പേരെ കുട്ടുമണി മുത്തുകവും പാരലലി തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഒരേ സമയം തുടങ്ങുന്നു, ഒരേ സമയം അവസാനിക്കുന്നു. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ബുക്സ് ഒന്നാണ്. അപ്പൊ ഒരുമിച്ചാണ് അതിന്റെ കോസ്റ്റ് ഇട്ടിരിക്കുന്നതും ഒരുമിച്ച്. അപ്പം ഓവറോൾ ഇറ്റ് വാസ് ഫൈൻ. ബട്ട് സ്റ്റാൻഡ് അലോൺ എടുക്കുകയാണെങ്കിൽ ബുക്സിൽ അത് ലോസ് ആണ്. ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളോട് വന്ന് ചോദിക്കാറുണ്ടോ ചേട്ടാ ഒരുപാട് പേര് ഇതിന്റെ ട്രിക്സ് എന്താണ്, നമ്മൾ എങ്ങനെ ഒരു മിനിമം നഷ്ടമില്ലാതെ? പുതിയതെന്നല്ല, സീനിയർ പ്രൊഡ്യൂസേഴ്സും പഴയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മളെന്നാലും സത്യസന്ധമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനത് ചാനലിരിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്നും ഒരു പലർക്കും ഒഫീഷ്യൽ അഡ്വൈസർ ഞാൻ തന്നെയാണ്. ഓക്കെ.
ഇന്നയാൾ സംവിധാനം ചെയ്ത് ഇന്നയാൾ അഭിനയിക്കുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ്. അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ? ഉണ്ട്. പറയാൻ പറ്റുമോ? ലാലേട്ടൻ, റോജൻ തോമസ്. ഈ കോമ്പിനേഷനിൽ ഒരു സിനിമ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ ഈ അടുത്ത്? ഉണ്ട്. ഈ അടുത്തെന്ന് പറയാൻ പറ്റില്ല. ഒരു സബ്ജക്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, തോട്ടായിട്ടുണ്ട്. റോജൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലാലേട്ടൻ്റെ എത്തിച്ചിട്ടുമുണ്ട്. പക്ഷെ ഡെവലപ്പ് ചെയ്യണം. റോജൻ കത്തനാറിന്റെ തിരക്കിലാണ്. അതിനുശേഷം ഞങ്ങൾ ഒന്നും കൂടി ഇരിക്കും. അതായിരിക്കും വിജയ് ബാബു എന്നാണ് യു ആസ്കിംഗ് ഫോർ ദ ഇമീഡിയറ്റ് ഡ്രീം, റൈറ്റ്? അങ്ങനെ പല ഡ്രീംസ് ഉള്ളതിൽ വെൻ യു ആസ്ക് ഫോർ എൻ ഇമീഡിയറ്റ് ഡ്രീം, ആ സബ്ജക്ട് എനിക്കറിയാവുന്നതുകൊണ്ട് ദാറ്റ് വിൽ വർക്ക് എന്നുള്ളത് കൊണ്ട് അങ്ങനെ അത് സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, അടിപൊളി. ഒരു ഫിലിം പ്രൊഡ്യൂസർ ആയില്ലായിരുന്നെങ്കിൽ എനിക്ക് ശോഭിക്കാൻ പറ്റിയ ബിസിനസ് ഡാഷ് ആയിരുന്നു. ഞാൻ മീഡിയയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് തന്നെ, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ റെസ്റ്റോറന്റ് ചെയിൻ നടത്തിയാനെ. ഇപ്പൊ ചേട്ടൻ ഒരു റെസ്റ്റോറന്റ് ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫിലിം ഡാഷ് ആണ്. ഫിലിപ്സ് ആൻഡ് ദ മങ്കി മാൻ. ഓ, ഞാൻ വിചാരിച്ച ആളാ പറയാൻ പോകുന്നത്. അല്ല, എപ്പോഴും നമ്മുടെ ഫസ്റ്റ് ഇസ് ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മൾ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് ഒരു ലെങ്തി ക്യാരക്ടറിൽ അഭിനയിക്കുന്നു. എന്റെ ഫസ്റ്റ് പോസ്റ്റർ ഞാൻ പോയി കാണുന്നു. അപ്പൊ അതൊക്കെ ഒരു ഫീലിംഗ് ആണ്. ഫസ്റ്റ് ഫിലിം പക്ഷെ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നല്ലേ? അത് ബോക്സ് ഓഫീസ് ഹിറ്റും ആവുന്നു, അതിന് 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. ആ ഒരു ഫീലിംഗ് പിന്നത്തെ ഒരുപാട് നമുക്ക് വന്നാലും നമുക്ക് എപ്പോഴും ഫസ്റ്റ് എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും പ്രത്യേകത നിറഞ്ഞാണ്. ഓക്കെ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംവിധായകരിൽ ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സംവിധായകൻ ഡാഷാണ്. റോജൻ തോമസ്. എനിക്ക് തോന്നി അതങ്ങനെ തന്നെ ആയിരിക്കും. ചെയ്തതിൽ ഞാൻ ഇത്രയും ചെയ്ത സിനിമകളിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന സിനിമ ഡാഷാണ്. അങ്കമാലി ഡയറീസ്. ന്യൂ കമേഴ്സ് ആയതുകൊണ്ടാണ് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. എല്ലാ ന്യൂ കമേഴ്സ്. ലിജോ ഡബിൾ ബാരലിന്റെ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, ഞങ്ങൾക്കാർക്കും ഡിസപ്പോയിന്റ്മെന്റ് ഇല്ല. ഐ ലവ് ദറ്റ് ഫിലിം. അതിനുശേഷം ഒരു 2-3 വർഷത്തെ ബ്രേക്ക് എടുത്തിരുന്നു ലിജോ സിനിമ. ലിജോയും പേഴ്സണലി വാസ് ഗോയിങ് ത്രൂ ട്രോമ. ഞാനും പേഴ്സണലി ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മമ്മൂക്കയുടെ അടുത്ത് ഒരു കഥ പിച്ച് ചെയ്യാൻ പോയിരുന്നു. മമ്മൂക്കയ്ക്ക് സബ്ജക്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഒരു കൊടൈക്കനാലിൽ ഷൂട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ പോയി പറയുന്നത് ഏകദേശം വിന്റർ തീരാറായി, പിന്നെ ഏകദേശം നവംബറൊക്കെ ആയി. പിന്നെ കൊടും തണുപ്പാണ്. അല്ലെങ്കിൽ എനിക്കൊന്ന് ഒരു ഓഗസ്റ്റിലാണ് പറഞ്ഞത്. അപ്പൊ വിന്ററിൽ അവിടെ ഷൂട്ട് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാവും. കാരണം മഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, രാവിലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ടൈം കുറച്ചേ കിട്ടുള്ളൂ. അപ്പം പിന്നെ അത് മെയ്യിലേക്ക് നോക്കാം, അല്ലെങ്കിൽ അപ്പം നമുക്ക് ബിസിയായി പോകും. അങ്ങനെ വീണ്ടും ലിജോ ഒരു വർഷത്തോളം വെറുതെ ഇരിക്കേണ്ടി വരും. ഞാനും വേറെ പ്രോജക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ലിജോ ഞാനും കൂടെ ഇരുന്നിട്ട് ഇനി എന്താ ചെയ്യുക, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ, നിങ്ങളും വെറുതെ ഇരിക്കണം, ഞാനും വെറുതെ ഇരിക്കണം. ചെമ്പൻ്റെ ഒരു കഥയുണ്ട്, ചെമ്പൻ ഡയറക്റ്റ് ചെയ്യാനിരുന്നതാണ്. അത് ചെമ്പന് ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്നാണ്. പക്ഷെ എനിക്കത് ഇനി ആർട്ടിസ്റ്റ് അതൊന്നും, ഇത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് സിനിമയാണ്, അങ്ങനെ പോകാൻ പറ്റില്ല. അത് എല്ലാം പുതുമുകളെ വെച്ചിട്ട് ഞാൻ നിങ്ങൾ തയ്യാറാണെന്ന് വെച്ചു. എൻ്റെ ആണെങ്കിൽ ഞാൻ ആ സമയത്ത് കുറച്ച് ബാങ്ക്രപ്റ്റാണ്. അതിൽ വേറെ ചില ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും, വേറെ ചില പേഴ്സണൽ ഡിസാസ്റ്റേഴ്സ് അതൊക്കെ വന്നിട്ട് ഞാൻ ആ സമയത്ത് ടോട്ടലി ബാങ്ക്രപ്റ്റാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഒരു പടം ചെയ്യാം. അപ്പൊ അത് സക്സസ് ആയില്ലെങ്കിൽ എനിക്കും ലിജോയ്ക്കും അതൊരു നഷ്ടമല്ല, ഞങ്ങളുടെ ഒരു കരിയറിലൊരു ഷോർട്ട് ബ്രേക്ക് പോലെ വന്നേ. ഐ വുഡ് ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ക്രിയേറ്റ് ആഡ് ടു ഹോം, അങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂഫീൻസ് ജാഥയും അതൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം അങ്കമാലി ഡയറീസ് വർക്ക് ആയില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഒരു ബ്രേക്ക്, ചെറിയല്ല, വലിയ അത്യാവശ്യം വലിയൊരു ബ്രേക്ക് വന്നത്. അപ്പൊ അതിന്റെ സക്സസ് ആണ് പിന്നെ അങ്ങോട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു മൂമെന്റ് ആണ്. പക്ഷെ ഇത് ചെമ്പൻചേട്ടൻ സംവിധാനം ചെയ്ത സിനിമയുടെ കഥയായിരുന്നു. ചെമ്പൻ തന്നെ സംവിധാനം ചെയ്തിരുന്നത്. അപ്പൊ ചെമ്പൻചേട്ടൻ ആലോചിച്ച് വെച്ചിരുന്ന വലിയ കാസ്റ്റ് ഒക്കെ വെച്ചിട്ടായിരുന്നു. അതെ, വലിയ കാസ്റ്റ് അല്ല, എല്ലാ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കാസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് വെച്ചിരുന്നത്. അവർക്കെല്ലാം നല്ല വിഷമമുണ്ടായി. ബിക്കോസ് നമ്മള് പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പോ എല്ലാം മാറിയിട്ട് പുതിയ ആൾക്കാരെ. പക്ഷെ ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയില്ല ഇപ്പൊ അത്. ആ സിനിമ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇങ്ങോട്ടും ആവാലോ. ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ അടുത്ത് വന്ന സിനിമ കഥ പറഞ്ഞിട്ട് ചേട്ടന് ഇഷ്ടമായില്ല, ഏതാ ഒരു സിനിമ ഇഷ്ടമായില്ല, പക്ഷെ അത് ഔട്ട് വന്ന സമയത്ത് ചേട്ടൻ
ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് കിടിലായാന് എന്ന് തോന്നിയ സിനിമകളുണ്ടോ? അത് ഇത് മിസ്സായല്ലോ എന്റെ കയ്യിൽ നിന്ന്? അല്ല, കഥ ഇഷ്ടപ്പെടാഞ്ഞല്ല, കഥ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അതായത് ഒരുപാട് നാള് നമ്മൾ ഇരുന്നിട്ട് അത് പല കാരണങ്ങൾ കൊണ്ടിട്ട് അതിലേക്ക് എത്താൻ പറ്റിയില്ല. പിന്നെ അത് വരുന്നു ഇപ്പൊ ജയ ജയ ജയ. നമ്മള് ഒരുപാട് മാസങ്ങളോളം വിപിൻ ഞാനും ഇരുന്നിട്ടുള്ളതാണ്, വിപിൻ പുറകെ നടന്നിട്ടുള്ളതാണ്, ചേട്ടാ നമുക്കൊന്ന് ഇരിക്കാം അതിലേക്ക്. പക്ഷെ പിന്നെ അതിന്റെ ഡെസ്റ്റിനി ബേസിലിന്റെ കയ്യിലായിരുന്നു. ബേസിൽ അത് ചെയ്യാം എന്ന് വിപിനോട് പറയുന്നു, വിപിൻ വിളിക്കുന്നു, ഞാൻ പറഞ്ഞു ചെയ്യൂ. ബിക്കോസ് ഞാൻ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലായിരുന്നു. അപ്പൊ അതില് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സന്തോഷം, ബിക്കോസ് വിപിൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, നമ്മുടെ ഫാമിലി പോലെയാണ്. വിപിൻ ഒരു സക്സസ് ഡ്യൂ ആയിരുന്നു, അത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.